കൊടിസുനിയെയും കൂട്ടരെയും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അതൊന്ന് കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്ക് പുറത്തു വേണം. അതിനു വേണ്ടിയിട്ടാണോ ഈ പരോളുമല്ല വിട്ടയക്കലുമല്ലാതെ വിടുതൽ എന്ന് പറയപ്പെടുന്ന പദ്ധതിയിലേക്ക് ഒരു ഗൂഢ ലക്ഷ്യത്തോടു കൂടി പിണറായിയും സർക്കാരും ചേർന്ന് അവരെ പുറത്തിറക്കാൻ ശ്രമിക്കുന്നത്? നോക്കൂ, കേരളത്തിൽ ഭരണം കൈയാളുന്ന എൽ ഡി എഫ് വരും, എല്ലാം ശരിയാകും. ഇപ്പോൾ ഇനി ഏതാനും 6-7 മാസങ്ങളെ ഈ ഭരണത്തിന്, രണ്ടാം ഇടതുപക്ഷ സർക്കാരിന് ആയുസുള്ളൂ. ഈ സമയത്തിൽ കേരളത്തെ ജനാധിപത്യ കുരുതി കൊടുക്കലാണ് ഇപ്പോൾ അറിയുന്നത്. ജയിൽ മേധാവിയുടെ ഓഫീസിൽ നിന്ന് എല്ലാ സെൻട്രൽ ജയിലിലേക്കും ഒരു കത്ത് പോയിരിക്കുകയാണ്. എന്താണ് ആ കത്ത് എന്ന് ചോദിച്ചാൽ, TP വധക്കേസിലെ പ്രതികളെ വിടുതൽ ചെയ്യുന്നതിലേക്ക് എന്തെങ്കിലും ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് ഇപ്പോൾ ഈ കത്ത് എല്ലായിടത്തും അയച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജയിൽ മേധാവി കത്തയക്കുക എന്ന് പറഞ്ഞാൽ ഭരണകർത്താക്കളുടെ ഒത്താശയുടെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ നടന്ന TP വധക്കേസ് കേരളം വളരെ ദുഃഖിച്ച ഒരു സംഭവമാണ്. 58 വെട്ടുവെട്ടി ഒരു CPM കാരനായ ഒരാൾ, അതിനകത്ത് അഴിമതികൾ, CPM-നകത്ത് പടപൊരുതിയതുകൊണ്ട്, CPM-ഇതിനകത്ത് യുദ്ധം ചെയ്തുകൊണ്ട് അയാളെ വകവരുത്താൻ ഉന്നത നേതൃത്വം, CPM-ൻ്റെ ഉന്നത നേതൃത്വം എടുത്ത തീരുമാനമാണ് TP വധക്കേസ്. അന്ന് CPM-ൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞത് ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അതുമാത്രമല്ല, നമ്മളെല്ലാം ധാരാളം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ജയിലിൽ കിടക്കുന്ന പ്രതികൾ എന്ന് പറയുന്ന ആ കേസിൽ, ആ വധക്കേസിൽ, കൊലക്കേസിൽ ജയിലിൽ കിടക്കുന്ന പ്രതികൾ എന്ന് പറയുന്നത് ബിനാമികളാണ്. അത് ഉന്നതരാണ് അതിൻ്റെ പുറകിൽ. അത് അന്നത്തെ CPM സെക്രട്ടറി പിണറായി വിജയൻ്റെയും കോടിയേരി ബാലകൃഷ്ണൻ്റെയും MV ഗോവിന്ദൻ്റെയൊക്കെ അജണ്ട ആയിരുന്നു TPയെ ഇല്ലാതാക്കുക. അപ്പോൾ ആ കേസിൽ അവർ കോടതികളിലൊക്കെ കേസ് ഒഴിവാക്കാൻ വേണ്ടി നല്ലവണ്ണം ശ്രമം നടത്തി. അവസാനം ബിനാമിയായ പ്രതികൾ ഇന്ന് ജയിലിലാണ്. പക്ഷേ അവരെ പരോളിൽ വിടാൻ, അവരെ വെറുതെ വിടാൻ, ആ ജയിലിൽ കൊടുക്കുന്ന സുഖ സൗകര്യം TP കേസിലെ പ്രതികൾക്കുന്ന സുഖജീവിതമാണ്. ഇപ്പൊ അവസാനത്തെ ആയി നമുക്ക് കാണാൻ കഴിഞ്ഞത്, അവരെ വിടുതൽ ചെയ്യാൻ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തു, നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2 തെരഞ്ഞെടുപ്പുകളാണ്. അപ്പൊ ഇവർ പുറത്തു വരുന്നത് വോട്ട് പിടിക്കാനാണോ, ഇവർ പുറത്തു വരുന്നത് അടുത്ത് കൊലപാതകം നടത്താനാണോ, ഇവർ അടുത്ത് വരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സിന്താവ് വിളിക്കാനാണോ, എന്താണെന്ന് അറിയില്ല. വളരെ ഫാസിസ്റ്റ് നടപടിയാണ്. ശരിക്കും പറഞ്ഞാൽ തെമ്മാടിത്തരമാണ്. ജനാധിപത്യത്തെ കുരുതി കൊടുക്കലാണ് ഇടതുപക്ഷം ചെയ്യുന്നത്. ഇവരിപ്പോൾ എല്ലാ സെൻട്രൽ ജയിലിൽ കൊടുത്തിരുന്ന കത്ത് ഇവരെ വിടുതൽ ചെയ്യാൻ, ഈ വിടുതൽ എന്ന് പറഞ്ഞാൽ പെർമനൻ്റായി ഇവരെ പുറത്താക്കാനാണോ, അതോ പരോളെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു കോടതി വിധിയുണ്ട്. എന്താണ് കോടതി വിധി? 20 വർഷത്തേക്ക് ഇവർക്ക് യാതൊരു വിധമായ ഇളവുകളും അനുവദിക്കരുത് എന്ന് ഈ കേസിനെ സംബന്ധിച്ചൊരു വിധി നിൽക്കുമ്പോഴാണ്, 20 വർഷത്തിനകത്ത് യാതൊരു വിധമായ ഇളവും നൽകുന്ന കോടതി വിധി നിൽക്കുമ്പോഴാണ് കോടതി വിധിയെ പോലും ചോദ്യം ചെയ്യത്തക്ക രീതിയിൽ ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ഈ കത്തയച്ചിരിക്കുന്നത്. ഇത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഇവർ പുറത്തിറങ്ങിയാൽ ക്രമസമാധാനം തകരുമോ എന്നുള്ളതാണ്. ആർക്കാരുടെ ഇതിലെ 1-ാം പ്രതിയെ കൊടിസുനി, അതേ എല്ലാവർക്കും അറിയാം, കൊച്ചുകുട്ടിയേക്കും അറിയാം. പുറത്തിറങ്ങിയാൽ ക്രമസമാധാനം തകരുമോ എന്ന് ചോദിക്കേണ്ടതല്ല. അപ്പോൾ ഇവർക്കെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആരാ? സർക്കാരാണ്. അപ്പോൾ സർക്കാർ എടുത്തൊരു വാക്കാണ്, നിങ്ങൾ എത്രയും വേഗം ഞങ്ങൾ പുറത്തിറക്കി തരാം. അവരെ വീട്ടിലെ ഭക്ഷണം, അവരുടെ കുടുംബത്തിൻ്റെ ചിലവെല്ലാം ഈ പാർട്ടിയാണ്. അത് CPM-ൻ്റെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ്റെ കാലത്ത് നടന്നതുകൊണ്ട്, അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഇവരെ പുറത്തിറക്കി പാർട്ടിക്ക് ആ ഒരു അഭിമാനം കൊള്ളാനാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇത് ജനാധിപത്യത്തിൻ്റെ കുരുതിയാണ്. ഇത് നിയമ ലംഘനമാണ്. അതുമാത്രമല്ല, കോടതിയെ പോലും ലംഘിച്ച, നമുക്കറിയാലോ, കേരളത്തിലെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നെയ്യാറ്റുകരയിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ദിവസം ഈ TPയുടെ വീട് സന്ദർശിച്ചത് വിവാദമായിരുന്നു. ആ മനുഷ്യൻ നമ്മളോടൊപ്പമില്ല. അത് ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മനസ്സ് പോലും ഇതിൽ വേദനിക്കുന്നു എന്നുള്ളതാണ്. മുൻ മന്ത്രി VS അച്യുതാനന്ദൻ്റെ ഹൃദയം TP വധക്കേസ് വേദനിക്കുന്നു എന്നുള്ളതാണ് ആ തെരഞ്ഞെടുപ്പ് ദിവസം അവിടെ പോയത് എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടെ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, ഈ പറഞ്ഞതുപോലെ ഈ TP വധക്കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടിസുനിയെയും കൂടെ ഉള്ള ബാക്കിയുള്ള പ്രതികളെയുമൊക്കെ
പലവട്ടം ഇത്തരത്തിൽ പുറത്തിറക്കുവാനും പലവട്ടം ഈ ശിക്ഷാ ഇളവ് അനുവദിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പലവട്ടം നടന്നതാണ്. പക്ഷേ അപ്പോഴൊക്കെ മാധ്യമങ്ങളുടെ ഇടപെടലുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് പുറത്തിറങ്ങാൻ കഴിയാതായി പോയത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് 20 വർഷം, താങ്കൾ പറഞ്ഞ പോലെ 20 വർഷത്തേക്ക് ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഇളവുകളും അനുവദിക്കരുതെന്ന് ഹൈക്കോടതി വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും സർക്കാരിന് 14 വർഷം കഴിയുമ്പോൾ ഇത്തരത്തിൽ ഇടപെടാം എന്ന് പറയുന്ന ചില വാദങ്ങൾ കൂടി വരുന്നുണ്ട്. അത് ഒരു ശരിയായിട്ടുള്ള വാദമാണോ? അതായത് ഈ ഹൈക്കോടതി വിധി നിൽക്കുന്ന സാഹചര്യത്തിൽ അല്ല, കോടതിയിൽ ഈ കൺസേൺഡ് കേസിലാണ് 20 വർഷത്തിനകത്ത് യാതൊരു 20 വർഷത്തിൽ കുറഞ്ഞൊരു ഇളവ് അനുവദിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ 14 വർഷത്തിൽ കൊടുക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇവര് ഇപ്പം റിസർച്ച് നടത്തുകയാണ്. അങ്ങനെ ഒരു വാദം ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? സർക്കാരിന് 14 വർഷം കഴിയുമ്പോഴത്തേനും ഒരു ഇളവ് അനുവദിച്ചു. അല്ല, അതിന് കോടതിയാണ് മറുപടി പറയേണ്ടത്. കോടതിയുടെ ഉത്തരവാണ്, കോടതിയാണ് ഉത്തരവ് വരേണ്ടത്. ആ കോടതി ലംഘനമാണ് അത്. ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ KPCC പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇത് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും, ഒരു സംശയമില്ല. ഇവർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇളവ് അല്ലെങ്കിൽ വിടുതൽ ചെയ്താൽ കോൺഗ്രസ് തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കോർട്ട് ഇലക്ഷന് കോടതി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്ത് സംശയമില്ല. അപ്പോൾ ഒരു കാര്യം പറയാം, 20 വർഷത്തിൽ സാധാരണ കോടതി അങ്ങനെ ഒരു കേസിലും അങ്ങനെ പറയാറില്ല, ഒരു കേസിലും അങ്ങനെ പറയാറില്ല. ഈ കേസിൽ ഇത് വളരെ ഭംഗിയായി കോടതിയൊക്കെ മനസ്സിലായ ഒരു കേസാണ്. ഇതിനകത്ത് പറഞ്ഞിട്ട് 20 വർഷത്തിൽ കുറഞ്ഞ ഇളവ് അനുവദിക്കാൻ ഈ കേസ് പാടില്ല എന്നിരിക്കെ അതാണ് ഞാൻ പറഞ്ഞത്, ദേ ആർ ഡൂയിങ് റിസർച്ച്. എങ്ങനെ ഇവർ പുറത്തുവിടാം? ജയിലിൽ സുഖവാസം, അവരുടെ വീട്ടിലെല്ലാം സുഖവാസമാണ്, ഇവർ പാർട്ടിയായിട്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് പുറത്താക്കാനുള്ള അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പരോളാണോ അതോ ഇത് പെർമനന്റ് പുറത്താക്കാനാണോ സ്ഥിരമായി എന്നൊന്നും പറയുന്നില്ല. ഒരു കത്തയച്ചൊക്കെയാണ് റിപ്പോർട്ട്. ഈ കത്തിപ്പം പുറത്തു വരായിരുന്നെങ്കിൽ നമ്മൾ ആരും അറിയില്ലായിരുന്നു. അല്ല, ഇത് വിടുതൽ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ പരോളാക്കുകയോ അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് വിട്ടുകൊടുക്കുകയോ ചെയ്യപ്പെടുന്ന തരത്തിലല്ല, പകരം വിടുതൽ എന്നാണ് പറയുന്നത്. വിടുതൽ എന്ന് പറയപ്പെടുന്നതിന് സമ്പൂർണ്ണമായിട്ടും ഇവരെ ഈ ജയിൽ ശിക്ഷാ നിയമങ്ങളിൽ നിന്ന് അടക്കം ഊരിയെടുക്കുക എന്നുള്ളതല്ലേ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. അപ്പോൾ വിട്ട് അവരെ ഈ ശിക്ഷയിൽ നിന്നൊക്കെ ഇളവ് കൊടുത്ത് അവരെ തിരികെ അവരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്ന സമയമെന്ന് പറയപ്പെടുന്നതാണ് കുഴപ്പം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ് അവരെ കൊണ്ടുവരുന്നത്. അതെന്ത് ലക്ഷ്യത്തോടു കൂടി ആയിരിക്കും? അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ സർക്കാർ നവകേരള യാത്ര നടത്തി, അത് പൂർണ്ണ പരാജയമായിരുന്നു. കോടികൾ തീർത്തു, അതിൽ ഫലമുണ്ടായില്ല. ലോക കേരള സഭകൾ 2-3 നടത്തി, അതിലൊരു നേട്ടം ഉണ്ടായില്ല. സർക്കാരിൻ്റെ കോടികൾ തീർന്നു. ഇപ്പോൾ അവസാനമായി ആഗോള അയ്യപ്പ സംഗമം നടത്തി, അത് വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറിയെന്ന് പണ്ടുള്ളവർ പറയും പോലെ ആഗോള സംഗമം നടത്തി നല്ലതായി എന്ന് കോൺഗ്രസ് ഇപ്പോൾ പറയുകയാണ്. കാരണം അത് കാരണം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞൊരു വരിയുണ്ട്. എന്താണ്? കടന്നക്കൂടിൽ കൈവച്ചതുപോലെ അവിടുത്തെ കാര്യങ്ങൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. ഇപ്പൊ എന്താ അവസാനം വരുന്നത്? അവിടെ നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും ഇതിൽ പങ്കുണ്ട്. കാരണം ഈ പോറ്റി എന്ന് വിളിക്കപ്പെടുന്ന ആ ഉണ്ണികൃഷ്ണനെ ഇത് അറ്റകുറ്റപ്പണി ഇപ്പൊ നിലവിലുള്ള ബോർഡ് ഏൽപ്പിച്ചു. ഇപ്പോഴത്തെ നിലവിലുള്ള വാസവൻ മന്ത്രി ഇരിക്കുന്ന കാലഘട്ടത്തിലുള്ള പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും അയാൾ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ they are also doing the same wrong, same offense. നേരത്തെയുള്ള കമ്മിറ്റികൾ ബോർഡ് ചെയ്ത അതേ ഒഫൻസ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ ഇപ്പോൾ ഏത് കാല് വെച്ചാലും അവർ കഷ്ടകാലമാണ്. കാരണം അത്രയ്ക്ക് കുരുത്തക്കേടായി ഈ സർക്കാർ കഴിഞ്ഞ 10 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി വിദേശ പര്യടനം കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുകയാണ്. വിദേശ പര്യടനം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുമ്പോഴാണ് പോയ സമയത്താണ് ഇവിടെ മറ്റൊരു വിഷയം പൊട്ടിപ്പുറപ്പെടുന്നത്. നമുക്കറിയാം, PMC. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സർക്കാർ ഇങ്ങനെ പല അടവുകൾ നോക്കുകയാണ് 3ാം വട്ടത്തിലേക്ക്. പക്ഷെ ജനങ്ങൾ പൊറുതിമുട്ടി ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. അല്ല, ഈ 58 വെട്ടുവെട്ടി കൊല്ലുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഭാര്യയ്ക്ക്, ആ വിധവയ്ക്ക് ലഭിക്കാത്ത എന്ത് ആനുകൂല്യമാണ് ഇത്രയും വെട്ടുവെട്ടി കൊല്ലുന്ന ഈ കൊലപാതകങ്ങൾക്ക് അവർ കൊടുക്കുന്നത്? നോക്കൂ, അതാണ് പറഞ്ഞത്, LDF വരും, എല്ലാം ശരിയാവും. അവർക്ക് സ്വന്തമായി പോലീസ് സ്റ്റേഷൻ, സ്വന്തമായി കോടതി, സ്വന്തമായി വിധി, ഇതെല്ലാം അവർക്കുള്ളതാണ്. ആ 58 വെട്ടി ആയ വിധവ ഇന്ന് നിയമസഭയിൽ അംഗമാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്പമെങ്കിലും ദയുണ്ടെങ്കിൽ ആ വിധവയായ ആ രമയോട് പോലും, രമ എന്ന് പറഞ്ഞാൽ നിയമസഭത്തോട് പോലും ദയ കാണിക്കുന്നില്ല. അപ്പോൾ 58 വെട്ട് കെട്ടിയത് എന്ന് പറയുന്നത് TP ചന്ദ്രശേഖരൻ കോൺഗ്രസ്സുകാരനല്ല. ഈ രമ ബേസിക്കലി കോൺഗ്രസ് അല്ല. അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് ചോദ്യം ചെയ്യപ്പെട്ടു. അങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ടവനെ ആ ഉന്മൂലനാശനം,
അത് പാർട്ടി അജണ്ട നടപ്പിലാക്കിയാണ്. അത് മറ്റാരുമില്ല, അന്നത്തെ CPM-ന്റെ സെക്രട്ടറിയാണ് അതിന് പുറകിൽ, ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളതിനും ആർക്കും സംശയം വേണ്ട. ഈ കൊടിസുനി അടക്കം പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭയമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ കണ്ണൂരിലാണെങ്കിലും ബാക്കിയുള്ള മേഖലകളിലാണെങ്കിലും ഇവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമല്ലോ. കാരണം ഇവരൊക്കെ ജയിലിലിരുന്ന് തന്നെ ഈ മയക്കുമരുന്നിൻ്റെയും മറ്റും ലഹരി വ്യാപനത്തിൻ്റെയൊക്കെ കൊട്ടേഷൻ മൊബൈൽ വഴി യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. കാരണം അതിനുള്ള തെളിവുകളുണ്ട്. അതിനകത്ത് തന്നെ ഇവർക്ക് മൊബൈലുകൾ എത്തിച്ചു കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ അതിനകത്ത് ഇവർക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളാണ് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത്രയും സൗകര്യം ലഭിച്ച ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്ന ഇവരൊക്കെ പുറത്തിറങ്ങിയാൽ ഒരു സമൂഹത്തിന് തന്നെ വലിയ ഗതികേടാവും. അങ്ങനെയുള്ളവരെ പുറത്തു കൊണ്ടുവരാൻ കാണിക്കുന്ന ഈ ഗൂഢാലോചന എന്ന് പറയപ്പെടുന്നത് തികച്ചും ഈ പറയുന്ന പോലെ, താങ്കൾ പറഞ്ഞ പോലെ ആണെങ്കിൽ ഈ ഇത്രയും വൃത്തികെട്ടൊരു സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാർ നമ്മൾ കണ്ടിട്ട് തന്നെയില്ല. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇവർ പുറത്തിറങ്ങിയാൽ എന്തായിരിക്കുമെന്ന് ശ്രീ ഗോപൻ ചോദിച്ചില്ലേ? ചെന്താമര അറിയാമല്ലോ, കേരളം ചർച്ച ചെയ്യപ്പെട്ട ചെന്താമര. അയാളൊരു കേസിൽ ജാമ്യം എടുത്തു നിൽക്കുമ്പോഴാണ് രണ്ടുപേരെ കൊന്നത്, അമ്മയും മകനെയും. അപ്പോൾ ചെന്താമരയ്ക്ക് എന്താണ്, മെന്റലി അയാൾ ഒരു ക്രൈം മൈൻഡ്സിലുള്ള ഒരാളാണ്. കൊടിസുനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അയാൾ ഇനി ഇവിടെ വന്ന് അയാളുടെ നേച്ചർ അറിയാം. അയാൾ ഇവിടെ വന്ന് കോവിലിൻ്റെ പോറ്റിയൊന്നും ആകാൻ പോകുന്നില്ല. അയാൾ കൊലക്കേസിലെ പ്രതിയാണ്, അയാൾ ധാരാളം കേസിലെ പ്രതിയാണ്, ജയിലിൽ കിടന്ന ആളാണ്. അയാളുടെയൊക്കെ കൊടിസുനിയുടെയൊക്കെ മൈൻഡ് എന്ന് പറയുന്നത്, ഹൃദയം എന്ന് പറയുന്നത് വളരെ ക്രിമിനൽ മൈൻഡാണ്. അവരൊക്കെ ഇറക്കി വിട്ടാൽ ഒരു സംശയവും വേണ്ട, വീണ്ടും ദേ വിൽ റിപ്പീറ്റ് ദി ഒഫൻസ്. അവർ വീണ്ടും കൊലപാതകം നടത്തും. അതായത് ഈ പാർട്ടി ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്, കൊടിസുനിയെ പോലുള്ളവർ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ വേണം, ഇവരുടെ സഹായം അവർക്ക് വേണം. ഇവരുടെ സഹായം എന്ന് പറഞ്ഞാൽ ഇവർ ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യുന്ന ഒരു സമീപനത്തിലേക്കാണോ? എന്തായിരിക്കും അതിൻ്റെ പിന്നിൻ്റെ ഒരു മോട്ടീവ്? നോക്കൂ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ്. ഇവരുടെ ലക്ഷ്യം വേറെയുള്ള കൊടിസുനിമാരെ, ഒരു കൊടിസുനിയല്ല, ഈ കൊടിസുനിമാരെ ഇറക്കിക്കൊണ്ട് പഞ്ചായത്തുകാരുടെ നമുക്കറിയാം, കണ്ണു ഭീഷണിപ്പെടുത്തി വോട്ട് പിടിക്കുക, അതേപോലെ ജയിക്കുക, അതേപോലെ തന്നെ കൊലപാതകം നടത്തുക. പാർട്ടി പറഞ്ഞത് എന്തും ചെയ്യാൻ തയ്യാറുള്ള കുറേ പേരെ പാർട്ടിക്ക് വേണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അതിലേക്ക് വേണ്ടി മാത്രമാണ് ഇവരെ പുറത്തിറക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.